കല്യാണ വീട്ടിലെ അഴിഞ്ഞാട്ടം നിർത്താനായില്ലേ? എങ്ങോട്ടാണ് ഈ സമുദായത്തിന്റെ പോക്ക്? എന്റെ മഹല്ലുകളിൽ ഖത്തീബുമാരും ഖാദിമാരും ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ബോധവൽക്കരണം കൊണ്ട് ഏതാനും മഹല്ലുകളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 90% മഹല്ലുകളിലും കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വിരോധാഭാസങ്ങൾ പെരുകി വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത് നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. പുതിയാപ്പിളയും ചങ്ങാതിമാരും അറ കാണാനെത്തുന്നു. കൂട്ടത്തിൽ ഒരാൾ ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ഫാനിന്റെ മുകളിൽ മുളക് പൊടി വിതറുന്നു. ഇക്കൂട്ടർ പുറത്തിറങ്ങിയപ്പോൾ സ്ത്രീകൾ മുറിയിൽ കടന്നു വരുന്നു. സ്ത്രീകൾ ഫാൻ സ്വിച്ച് ഇടുന്നു. മുളക് പൊടി പലരുടെയും കണ്ണിൽ പതിയുന്നു. താമസിച്ചില്ല, മണവാളൻ അടക്കമുള്ളവരെ പെൺവീട്ടുകാർ നന്നായി സൽക്കരിച്ചു. പെണ്ണിന് പുതിയാപ്പിള കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, സൽക്കാരത്തിന് ഒരു കുറവും അവർ വരുത്തിയില്ല. പിന്നീട് അവസാനം മണവാളൻ അടക്കമുള്ളവർക്ക് തിരിച്ചു പോകാൻ ആംബുലൻസ് പിടിക്കേണ്ടി വന്നു. ഇങ്ങനെയായിരിക്കണം ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. അവിടെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആ പെൺവീട്ടുകാർക്ക് ബിഗ് സല്യൂട്ട്. മണവാളനെയും മണവാട്ടിയെയും അവരുടെ ഫ്രണ്ട്സ് ചേർന്ന് ഏതെല്ലാം തരത്തിലുള്ള പ്രച്ഛന്ന വേഷമാണ് ധരിപ്പിക്കുന്നത്. മണവാളൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് രാത്രി പോകുമ്പോൾ വാഹനത്തിന്റെ ഗതി മാറ്റുക, മനഃപൂർവ്വം റോഡ് തിരിച്ചുവിട്ട് പുലരും വരെ നാടുനീളെ അവരെയും കൊണ്ട് കറക്കുക. മണവാളനെ കാത്ത് കുടുംബാംഗങ്ങളും ബന്ധുക്കളും അവിടെ വിവാഹ ആഘോഷമെത്തിയവരും ഒരു ഇരക്ക് വെള്ളം പോലും കുടിക്കാതെ പ്രതീക്ഷിച്ചിരിക്കുക. ഇതൊക്കെ നടാടെ നടക്കുന്നതല്ല, പലപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ കണ്ടുവരുന്നതാണ്. മറ്റുള്ളവരെക്കാളും ആഡംബരത്തിലും വിവാഹ സദ്യയിലും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിലും മത്സരിക്കുകയാണ്. ആരോടാണ് വെല്ലുവിളി? തൊട്ടയൽ വീട്ടിലെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ സാമ്പത്തിക പരാധീനത കാരണം വിവാഹം നടക്കാതെ വീടിനകത്തിരുന്ന് നെടുവീർപ്പെടുന്ന തരുണീമണികളുടെ കാര്യം വിസ്മരിക്കരുത്. ദുരിതക്കയത്തിൽ മുങ്ങുന്ന അവരുടെ രക്ഷിതാക്കളുടെയും കണ്ണീർ കാണാതെ പോകരുത്. മഹല്ലുകൾ ഇനിയും ഉണരേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ സേവകരും ഇത്തരം പേക്കൂത്തുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങൾ നിൽക്കാൻ വീണ്ടും ഒരു കൊറോണ നാളുകൾ വരേണ്ടി വരും. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്.